വണ്ടർ ഗീക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് കോഴിക്കോട് ബീച്ചിലാണ് നിൽക്കുന്നത്. കോഴിക്കോട് ബീച്ചിലേക്ക് ഞങ്ങൾ വരാനുള്ള മെയിൻ കാരണം നിങ്ങൾക്ക് അറിയാമല്ലോ, കോഴിക്കോടിൻ്റെ സൗന്ദര്യവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് നമ്മളെ ബീച്ചും കുറച്ച് മോടി കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത് കോഴിക്കോട് സൗത്ത് ബീച്ചാണ്. ഇത് പിന്നിലുള്ള കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് കണ്ടാലറിയാം. നമ്മൾ കോഴിക്കോട്ടേക്ക് കലനോട് കുറച്ച് മുഹബത്ത്, നമ്മളെ മാമുക്ക പറഞ്ഞ പോലെ, നമ്മളെ മാമുക്കയൊക്കെ പറഞ്ഞതുപോലെ. അപ്പോൾ അതിലുള്ള എന്താ പറയുക, കോഴിക്കോടിൻ്റെ ചരിത്രവും കാര്യങ്ങളാണ് ഈ ചുമർ ചിത്രത്തിൽ അവർ വരച്ചിട്ടുള്ളത്. നമ്മുടെ വെല്യങ്ങാടിയും പിന്നെ കുറ്റിച്ചേറിലെ മിഷ്കാൽ പള്ളി, ഗുജറാത്തി സ്ട്രീറ്റ്, എല്ലാ സാധനങ്ങളും ലാസ്റ്റുള്ള എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല കേട്ടോ. എല്ലാ സാധനങ്ങളും ഇതിൽ അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കൂടെ യാസറും ഉണ്ട്. ബാക്കി കാര്യങ്ങൾ യാസർ പറഞ്ഞുതരും. എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് കേട്ടോ. നമ്മുടെ കോഴിക്കോട് സൗന്ദര്യവൽക്കരണത്തിന് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടെന്ന് പറയുന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. കാരണം ഏതൊരു നഗരത്തിൽ നിന്നുണ്ടല്ലോ, നമുക്ക് ആൾക്കാർ ചോദിക്കും എന്തിനാണ് നിങ്ങൾ അനാവശ്യമായിട്ട് ഇത്രയും പണം ചിലവഴിച്ചിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ കോഴിക്കോട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകളെ സൽക്കരിക്കുന്ന ഒരു നഗരമാണ് നമ്മുടെ കോഴിക്കോട്. ഭക്ഷണം മാത്രമല്ല, നമ്മുടെ വീട്ടിലൊരു പുതിയ ഗസ്റ്റ് വരുമ്പോഴാണ് നമ്മുടെ വീട് വൃത്തിയാക്കുന്ന നമ്മുടെ ചുമതലയാണ്. അപ്പൊ അതുപോലെ കോഴിക്കോട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഇമോഷനാണ്. നമ്മുടെ വീട് പോലെയാണ് നമ്മുടെ കോഴിക്കോടുകാർക്ക് കോഴിക്കോട്. സത്യം. അപ്പൊ നമ്മൾ പുറത്തുള്ള ആൾക്കാർ ഇങ്ങോട്ട് വരുമ്പോൾ കുറച്ചു കാലമായിട്ടില്ലേ ഒരു വൃത്തിയില്ലായ്മ ഉണ്ടായിരുന്നു, ഭംഗിയില്ലായ്മ ഉണ്ടായിരുന്നു, ഭംഗിയില്ലായ്മ ഉണ്ടായിരുന്നു. അതൊക്കെ അങ്ങ് മാറുന്നുണ്ട് കേട്ടോ. കഴിഞ്ഞ 1.5 വർഷമായിട്ട് ഇവിടെ നല്ല ചേഞ്ച് കാണാം. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ് നമ്മളിപ്പോൾ ഇവിടെയൊക്കെ കാണുന്നത്. ഉണ്ട് നമ്മുടെ ബാംഗ്ലൂരിലൊക്കെ കഴിഞ്ഞ കുറച്ച് കാലം മുമ്പ് മുതൽ നമ്മൾ ചിത്രം വരച്ച് വെച്ചിരിക്കുന്നത് നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ പബ്ലിക് പ്ലേസിലൊക്കെ. അപ്പോൾ അതും ഇതും തമ്മിൽ എന്താ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് തീമാറ്റിക്കാണ്. അവർ ദൈവങ്ങളും പൂക്കളും ചിത്രങ്ങളൊക്കെ പല പല സാധനങ്ങളൊക്കെ വരച്ചപ്പോൾ നമ്മളിവിടെ തീംസാണ് കോഴിക്കോടായിട്ട് ബന്ധപ്പെട്ട ഇവിടെ നമ്മൾ കണ്ടുവരുന്ന നമ്മുടെ കടപ്പുറത്തെ കാഴ്ചകൾ, പിന്നെ നമ്മുടെ സ്ട്രീറ്റിലെ കാഴ്ചകൾ അല്ലേ, അങ്ങനെ ഓരോരോ നമ്മൾ സാധാരണ കോഴിക്കോടായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ ഒരു ചുമർ ചിത്രം ചെയ്ത് വെച്ചിരിക്കുന്നത്. സോ ദാറ്റ് ഇസ് ഫാബുലസ്. പിന്നെ അഗെയിൻ ഉണ്ടോ ഇവിടെ ഒരു പഴക്കടയല്ലേ ഇത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരുപാട് നമ്മുടെ കലയും നമ്മുടെ സംസ്കാരമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതും നല്ല മോഡേൺ ആർട്ടാട്ടോ. ഒരു ക്വാളിറ്റി ഇല്ലാത്ത ചുമ്മാ വരച്ച് വെച്ചിരിക്കുന്ന ഒന്നുമല്ല, നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ്. സോ അങ്ങനെ കണ്ണിന് കുളിർമയേകിയ ഒരു കാഴ്ച അല്ലേ. നല്ല രസമുണ്ടല്ലോ ഇത് കാണാൻ. ഇതുണ്ടോ ഒരു രസം പറഞ്ഞ, സാധാരണഗതിയിൽ ഈ ക്ലൗഡി അറ്റ്മോസ്ഫിയറിൽ ഇങ്ങനെ കാണാൻ രസം ഉണ്ടാവില്ല. പക്ഷേ ഈ ചിത്രങ്ങളൊക്കെ ഇവിടെ വന്നപ്പോഴേ എല്ലാ കളറും, അതായത് ഇവൻ മുകളിൽ ഡാർക്ക് ആണെങ്കിലും താഴെ കാണാൻ നല്ല ഭംഗിയുണ്ട്. സോ ആളുകൾ പലരും പറഞ്ഞു രാത്രി ഇവിടെ ഭയങ്കര അടിപൊളിയാണ്. നമുക്ക് രാത്രി എന്തായാലും ഇപ്പം വരാൻ പറ്റില്ല, ലോക്ക്ഡൗൺ ആണ്. ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഈ ഒരു സെക്ഷൻ അങ്ങോട്ടേക്ക് പലഹാരങ്ങളാണ്. ഇതുണ്ടോ നല്ല വറുത്തായി ഈ ചെടിയും ആ ഒരു ഈ ബാക്ക്ഗ്രൗണ്ട് കാണാൻ നല്ല രസമുണ്ടല്ലേ. പിന്നെ ഇതിൻ്റെ ബാക്കിലും ഈ ആരോ ഡ്രോൺ ഷോട്ട് എടുത്തൊരു ഷോട്ട് ഞാൻ കണ്ടു. ഇതിൻ്റെ ബാക്കിൽ നല്ല പച്ചപ്പാട്ടോ. പാർക്കിൻ്റെ ബാക്ക് സൈഡിൽ എനിക്കൊന്നും അത് അവർക്ക് യൂസ് ചെയ്യാമായിരുന്നല്ലോ അല്ലേ. 1 കിലോന് 380 രൂപ കേട്ടോ, empty. നമ്മൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് നമ്മുടെ നഗരത്തിൻ്റെ ഒരു ലാൻഡ്സ്കേപ്പ് ആവാൻ ഒരാൾക്ക് സാധിച്ചിട്ടുണ്ടെങ്കിലേ അത് എന്താ പറയുക, നമ്മുടെ കോഴിക്കോടിൻ്റെ, നമ്മുടെ കേരളത്തിൻ്റെ അതായത് നമ്മുടെ ലിറ്ററേച്ചറിലെ ഏറ്റവും പ്രമുഖനായിട്ടുള്ള എന്താ പറയുക ഒരു ആണിക്കൽ എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു ക്യാരക്ടറാണ്. സോ ഇതൊക്കെ ഒരു മനുഷ്യന്മാരുടെ ഭാഗ്യം കേട്ടോ. ഉണ്ട് ഇല്ലെന്ന് പറയാം. ഞാൻ പറയാം, ഒരു എക്സാമ്പിൾ പറയാണ്. ജീവിച്ചിരിക്കുമ്പം അവരെ നമ്മൾ ആദരിക്കുന്നുണ്ടല്ലോ, അത് വേറൊരു റെസ്പെക്റ്റാണ്. നമ്മുടെ ഗിരീഷ് പുത്തഞ്ചേരി സാറ് കണ്ടോ, രസമുണ്ടല്ലേ. ഞാൻ ദൂരത്ത് കാണിച്ചു തരാം. ഹായ് വാ, നമ്മുടെ കല്ലുമക്കായി കഴിച്ചിട്ട് കുറച്ച് കാലമായി കാണാം. നമ്മുടെ ബീച്ചിൻ്റെ പിക്ചർ. ഓ, ഇതെന്താ സൗദി അറേബ്യയിലാണ് കേട്ടോ നമ്മളുള്ളത്. ശരിക്കും ഈ ഒരു ആംഗിളൊക്കെ കാണുന്ന സമയത്തെ നമ്മുടെ കേരളം പോലെയൊന്നും തോന്നുന്നില്ല. നമുക്ക് പെൺപിള്ളേർ സെൽഫി എടുക്കുന്ന പിക്ചർ പോയി ഷൂട്ട് ചെയ്താലോ? ഷൂട്ട് ചെയ്യട്ടെ. കോഴിക്കോട്ടേര് ഞാൻ വെറുതെ ഒരു നിമിഷം പെറ്റി വെച്ചിട്ടോ. പയ്യൻ പോകും നോക്ക്. ഇതേപോലെ എന്താ പറയുക, നമ്മൾ സാധാരണ കാണുന്ന ഈ ഒരു വിരസമായിട്ടുള്ള ബീച്ചില്ലേ, അതിങ്ങനെയായി മാറും നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു അല്ലേ.
ഇങ്ങനെയാണ് നമ്മുടെ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വിരളമായിട്ടുള്ള സന്ദർഭങ്ങളിലാണ് ആ ഗവൺമെൻറ്റിൻ്റെ പരിപാടികളെ ഇഷ്ടപ്പെടുന്നത്. അതൊരു എക്സാമ്പിളാണിത്. ഈ ബസ് ഏത് ബസ്സിലും കൂടെ പോകുന്ന ബസ്സാ? ഈ ബസ് ജവാൻ എന്ന് പറഞ്ഞ ബസ്. ഈ ബസ് കുറേ കാലം കോഴിക്കോട് സർവീസ് നടത്തിയ ബസ്സാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത നമ്മുടെ റേഡിയോ ബാങ്ക് പണ്ട് എനിക്ക് ഒരു 10 വർഷങ്ങൾക്ക് മുമ്പേ കണ്ട് ഒരു വോട്ട് എടുത്തു. കേരളത്തിലെ ആളുകളോട് ചോദിച്ചു എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ബസ് ഏതാണ്. അപ്പം അങ്ങനെ വോട്ടിങ്ങിൽ ഫസ്റ്റ് വന്ന സാധനം ജവാൻ എന്നുള്ള ബസ്. അത് പണ്ട് പഴയ ജവാനായിരുന്ന ഒരാൾ തിരിച്ചു വന്നപ്പോൾ അതെ ഇവിടെ ഇതിനകത്ത് കയറി യാത്ര ചെയ്യുന്ന ആൾക്കാരില്ലേ അവർ ഈ ബസ്സിലേ പോകുള്ളൂ. എന്തൊരു ഇമോഷനാണ്. മുതലൊരു വെസ്റ്റീൽ മീൻസ് തന്നെയാണ് ഇപ്പോഴുണ്ടത്. ഇപ്പോഴുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ഇപ്പം കുറേ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് അങ്ങനത്തെ സർവീസ് നമ്മുടെ പ്രൈവറ്റ് പാർട്ടീസിൽ നിന്നും ഇവിടെ കിട്ടുന്നുണ്ട് കോഴിക്കോട്. അത് നമ്മൾ എൻകറേജ് ചെയ്യുന്നു. പാരഗൺ എൻ്റെ അടിപൊളി റെസ്റ്റോറൻറ്റ്. പാരഗൺ പിന്നെ ഫേമസ് ആണ് ബിരിയാണിൻ്റെ പേര്. ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ മെയിൻറ്റെയിൻ ചെയ്ത് വെക്കണം ശരിക്കും അല്ലേ. ഒരുപാട് വ്ളോഗേഴ്സ് ഉണ്ട് കേട്ടോ. വ്ളോഗേഴ്സ് നടക്കുന്ന ആൾക്കാർ മാത്രമല്ല ഒരുപാട് വ്ളോഗേഴ്സ് ഉണ്ട്. നമ്മളെപ്പോലെ അവർ ഷൂട്ട് ചെയ്യട്ടെ, എല്ലാവരും ഷൂട്ട് ചെയ്യട്ടെ. പക്ഷെ എല്ലാവരും കാണാൻ വേണം. ഇത് പണ്ടത്തേതാണ്. ഇത് രസമുണ്ട് കേട്ടോ. എന്തൊരു ഭംഗിയുണ്ട് കാണാൻ. ഈ ഭാഗം ഇവർ ചെയ്തിട്ടുണ്ട്. ഇത് കോർപ്പറേഷൻ എന്താ പറയുക ലീസിന് കൊടുക്കുന്ന ഒരു സ്പേസ് ആണ് ഹോട്ടൽസിന് വേണ്ടിയിട്ട്. ഈ ഭാഗം അവർ ചെയ്തിട്ടുണ്ടാവില്ല. ഇത് ഹോട്ടൽസിന് കൊടുക്കുമ്പോൾ അവരായിരിക്കും ഇത് റീപെയിൻറ്റ് ചെയ്യുക, മെയിൻറ്റെയിൻ ചെയ്യുക കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ സൗത്ത് ബീച്ച് ഏരിയ, ഇതാണ് സൗത്ത് ബീച്ച് എന്ന് പറയുന്നത് കേട്ടോ. ഇത് നമ്മൾ സെൻട്രലിലേക്കുള്ളൊരു പൊസിഷനിലേക്കാണ് വരുന്നത്. ഇത് ജബിഷി നേരത്തെ പറഞ്ഞ പോലെ ഇത് പക്ഷേ ഇപ്പോൾ ക്ലോസ്ഡ് ആണ്, ഒരു ഹോട്ടലാണ്. സോ മഴ പെയ്ത് അതിൻ്റെ ഉള്ളിൽ കയറി നിൽക്കാം. ഇതും ഇവരിപ്പോൾ ചെയ്തായിരിക്കും അല്ലേ? ഇനാഗ്രേഷന് വേണ്ടിയിട്ട് ഞാൻ ചെയ്തായിരിക്കും. നഗരം എന്താ പറയുക നഗര സൗന്ദര്യവൽക്കരണത്തിൻ്റെ അത് പറഞ്ഞ് ശീലമില്ല കേട്ടോ. അതുകൊണ്ടാണ് നഗര സൗന്ദര്യവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് കുറേ മുൻപ് ഈ ഒരു പ്രൊജക്റ്റ് വരുന്നതിന് മുൻപ് ഇവർ ചെയ്തതാണ് ഈ ശില്പങ്ങളൊക്കെ. കോഴിക്കോട് നിങ്ങൾ വന്നവർക്ക് നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മളെ സ്വന്തം കോഴിക്കോട്ടുകാർക്ക് അറിയാം, ബാക്കിയുള്ളവർക്ക് വേണ്ടിയിട്ട് പറയാം ഈ ശില്പങ്ങളൊക്കെ. അപ്പോൾ ഞാൻ കണ്ടപ്പോൾ എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ട ശില്പതാണ്. കാരണം പറയാൻ എനിക്കറിയില്ല, കാരണം ഇത് എന്താണെന്നുള്ളത്. കാരണം എന്ന് പറഞ്ഞാൽ ചാക്കില്ലേ, ചാക്കിൻ്റെ മുള. അതായത് നമ്മൾ ഇത് അർത്ഥമാക്കിയിരിക്കുന്നത് നമ്മുടെ കോഴിക്കോട് എന്ന് പറയുന്നത് വ്യാപാര കേന്ദ്രമാണ്. വ്യാപാര കേന്ദ്രത്തിൽ നിന്ന് ഉണ്ടായ ഒരു കാസിൽ ഒരു സിറ്റിയാണിത്. അതാണ് ഇതിൽ ഉദ്ദേശിക്കുന്നത്. എന്താ ചെയ്യുക, ആർട്ടിസ്റ്റ് ടൈപ്പ് ഇല്ലേ. ഈ ശില്പങ്ങൾ നമ്മുടെ ബീച്ചിൽ മാത്രമല്ല ടൗൺ ഒട്ടാകെ ഉണ്ട്. കോഴിക്കോട് മൊത്തം അതെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ തീംസാണ്. നമ്മുടെ എന്താ പറയുക നമ്മുടെ ബുക്കുകളിൽ നമ്മുടെ ആർട്ടുകളിൽ വന്ന എസ് കെ പൊറ്റക്കാടിൻ്റെയും അതേപോലെ നമ്മുടെ ബഷീർ സാറിൻ്റെയും ബഷീർ സാറെന്ന് പറയുന്നത് മുഹമ്മദ് ബഷീറിൻ്റെയും ഒക്കെ എന്താ പറയുക ആർട്ടിൽ അടങ്ങിയിരിക്കുന്ന ഒരു തീംസുകളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. എല്ലാം ഉണ്ട് കേട്ടോ, എല്ലാവരും ഉണ്ട്. അക്കിത്തം എല്ലാവരും ഉണ്ട്. നമ്മൾ പഠിച്ച എല്ലാ സാധനങ്ങളും. അതെ, ഇവിടെ ഈ കടൽക്കാറ്റ് ഉപ്പുകാട്ടായതുകൊണ്ട് ഈ തൂണുകളൊക്കെ പെട്ടെന്ന് നിങ്ങൾ നോക്ക്. ഇത് നമ്മുടെ ഈ ശില്പങ്ങൾക്കൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല. കുറച്ച് 10 വർഷം കണ്ടായി ഉണ്ടാക്കി വെച്ചിട്ട്. പക്ഷേ ഈ സാധനങ്ങളൊക്കെ ഉണ്ടല്ലേ എന്തായാലും മാറ്റണം. ഈ പോൾസ്, ഇലക്ട്രിക് പോൾസ് ഒക്കെ മാറ്റണം. കാരണം ഇത് മാറ്റണം. അതെ മെയിൻറ്റെയിൻ ചെയ്യണം. നമ്മളിപ്പോൾ മെയിനായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് എവിടേക്കാണെന്നറിയോ? നമ്മുടെ വലിയ ചെസ്സ് വെച്ചിട്ടുണ്ട് അവിടെ, ചെസ് ബോർഡ്. നമുക്ക് കളിക്കാൻ പറ്റുമോ? നമ്മൾ കളിച്ചാൽ ജയിക്കുമോ? നമ്മൾ കളിക്കുമ്പോൾ ആളുകൾ വന്ന് കൂട്ടം കൂടി നോക്കി നിൽക്കുമോ എന്നൊക്കെ ഒന്ന് നമുക്ക് നോക്കണം. അതിന് മുമ്പ് അവിടെ നമ്മുടെ കോഴിക്കോടിൻ്റെ ഒരു ലോഗോ വെച്ചിട്ടുണ്ട്. ഇവരുടെ ഏതാ ഫോണ്ട്? ഒരു രക്ഷയില്ല, നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇത് ഡിസൈൻ ചെയ്താൽ നമുക്കൊരു ലൈക്ക് ഇട്ട് കൊടുക്കാം. നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായിട്ട് ഉദ്ദേശിച്ചത് ഞങ്ങളുടെ വീഡിയോ അല്ലേ, വാണ്ടർ കേക്കിൻ്റെ. നല്ല ഒരുപാട് സീറ്റ് വെച്ചിട്ടുണ്ട് കേട്ടോ ആളുകൾക്ക് ഇരിക്കാൻ. അപ്പോൾ ഇതാണ് നമ്മുടെ പ്ലേസ്. അപ്പോൾ അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ തന്നെ പോയി ചെസ്സായിട്ട് നിൽക്കേണ്ടി വരും അല്ലേ. ഇത് ഞാൻ രാജാവ് കേട്ടോ. അതിന് മുകളിൽ കയറാൻ പറ്റില്ല. ലോക്ക്ഡൗൺ ആയതുകൊണ്ട് അവർ ഈ തോന്നൊക്കെ എടുത്ത് ഒഴിവാക്കി. ലോക്ക്ഡൗൺ ആയതുകൊണ്ടല്ല, ആളുകൾ ഇങ്ങനെ കൂടുന്നതുകൊണ്ടായിരിക്കും. നമ്മൾ ശരിക്കും അതൊക്കെ നൊസ്റ്റാൾജിയാണ്. പിന്നെ പാമ്പും കോണി നൊസ്റ്റാൾജി ആയിട്ടല്ല, ഒരു എന്താ പറയുക. എന്നാൽ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ പാർക്കുകളിൽ ഇത്രയും വലിയൊരു, നമ്മുടെ സാധാരണ ബുക്കിൽ ചെയ്യുന്ന കാര്യങ്ങൾ പാർക്കിൽ ഇത്രയും വലിയൊരു എന്താ പറയുക ഒരു ആർക്കിടെക്ചർ ഫിഗറോടെ കൊണ്ടുപോയി സൗന്ദര്യവൽക്കരണത്തിൽ വെക്കുന്ന ഒരു കാര്യങ്ങളൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇത് കോഴിക്കോട് എന്ന് പറഞ്ഞു കഴിഞ്ഞാലല്ലേ ഞാൻ തള്ളുകയാണെന്ന് വിചാരിക്കരുത്. നന്മ ഒരുപാട് തള്ളുന്ന ഒരു സിറ്റിയാണിത്. അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. അല്ലല്ല നമ്മുടെ ഇത് ആദ്യമായിട്ട് ഫ്രഷ് തീം അല്ലേ ഇതൊക്കെ? അല്ല, ഇത് വിചാരിക്കുന്നവർക്ക് എനിക്ക് ഇല്ല. ഇനിയിപ്പോൾ കേരളത്തിൽ അടുത്ത നഗരങ്ങൾ ഇപ്പോൾ കൊച്ചിയോ തിരുവനന്തപുരമോ അല്ലെങ്കിൽ തൃശ്ശൂരോ കണ്ണൂരോ അവിടെയൊക്കെ ഇനി വരുമ്പോൾ
ഫസ്റ്റ് നമ്മളാണ് ഇതിന് കാരണക്കാർ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ദാറ്റ്സ് എ മാറ്റർ ഓഫ് പ്രൗഡ്. നമ്മളാണ്. ഇത് ഇഷ്ടപ്പെട്ടു. ഇത് എനിക്കൊന്ന് വേസ്റ്റ് ഇടാനുള്ള സാധനം. അതെ, DTP അല്ല, വേസ്റ്റ് ഇടാന്നില്ല ഇത്. അപ്പോൾ അങ്ങനെ വേസ്റ്റ് ഇടണം. ഇവിടെ നമുക്ക് നമ്മുടെ മുകളിൽ കയറുന്നില്ല. മുകളിൽ ആൾക്കാർ കയറി പാടാക്കിയിട്ടുണ്ട് മഴക്കാലത്ത് കയറിയിട്ട്. അപ്പോൾ നമ്മളത് ചെയ്യുന്നില്ല. സോ നമ്മുടെ എന്താ അതിൻ്റെ പേരെന്തായിരുന്നു സാധനത്തിൻ്റെ ഇടുന്ന ഡ്രോ ചെയ്യുന്ന സാധനത്തിൻ്റെ പേര്? ഡൈസ്. യെസ്. ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണെന്നറിയാം? ഈ സാധനം, ഈ ഡസ്റ്റ്ബിൻ ബാസ്ക്കറ്റ് ഇല്ലേ, ഈ ഇത്ര ഭംഗിയുള്ള ഇതൊരു ഡസ്റ്റ്ബിൻ ബാസ്ക്കറ്റാണ് നമുക്ക് തോന്നൂല കണ്ടാൽ. ഞാൻ നേരത്തെ ചോദിച്ചത് അതിന് വേണ്ടിയുള്ളതാണോ? കാരണം അത്രയും ഭംഗി. അപ്പോൾ ഇങ്ങനത്തെ ഓരോ ഭംഗിയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വേസ്റ്റ് മാനേജ്മെൻറ്റിൽ ഉപയോഗിക്കുന്നതെങ്കിൽ ആളുകൾ സന്തോഷത്തോടെ ഉപയോഗിക്കും. സന്തോഷത്തോടെ. അവിടെ നമ്മുടെ നാട് മോശമെന്നുള്ള ഒരു കാരണം, ക്ലീൻ അല്ലാതിരിക്കാനുള്ള കാരണം ജനങ്ങൾ മാത്രമല്ല, ഗവൺമെന്റ് ഒരു സമയത്ത് ഇവിടെ ക്ലീൻ അല്ലായിരുന്നു. അതെ. കാരണം എന്താ വെച്ചാൽ മുമ്പ് ഇവിടെ ബീച്ച് എന്താ പറയുക പ്രൊട്ടക്ഷൻ ചെയ്യുന്ന അതോറിറ്റി ഒരു ടീം ഉണ്ടായിരുന്നു, ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അവരായിരുന്നു ആക്ച്വലി ഈ ബീച്ച് മൊത്തം ക്ലീൻ ചെയ്തുകൊണ്ടിരുന്നത്. കാരണം പ്രോപ്പറായിട്ട് വേസ്റ്റ് ബിൻ ഇല്ല, ഒന്നുമില്ല. പക്ഷേ ഇപ്പം കോഴിക്കോട് ബീച്ചിൽ വരുന്നവർക്ക് അങ്ങനത്തെ ഒരു സാധനത്തിന് ഒരു കുറവുമില്ല. നമ്മുടെ നാട്ടിൽ നമ്മളൊരു മുട്ടായി കഴിച്ചാൽ അതുകൊണ്ടായിട്ട് റോഡിലാണ് കാരണം എന്താണെന്നറിയോ? വേസ്റ്റ് ഇടാന്നുള്ള സാധനമില്ല. അതെ, അതുണ്ടെങ്കിൽ ഒരു മനുഷ്യൻ അത് ചെയ്യില്ല. ആളുകൾ പബ്ലിക്കായിട്ട് പോയി മൂത്രമൊഴിക്കുന്നതിനാ. അവിടെ ടോയ്ലറ്റ് ഇല്ല, പബ്ലിക് ടോയ്ലറ്റ് ഇല്ല. അതാണ് മെയിൻ കാരണം. ഇവിടെ പെണ്ണുങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ, സ്ത്രീകൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ അവരെന്ത് ബുദ്ധിമുട്ടാണെന്നറിയാം. അത് നമ്മുടെ എന്താ പറയുക കോർപ്പറേഷൻ, അത് റെസ്റ്റോറൻറ്റ്സും പിന്നെ അതേപോലെ നമ്മുടെ ഇതിൻ്റെ പേരെന്താ ഓയിലില്ലേ, പെട്രോൾ പമ്പ്, ഇതൊക്കെ ഉള്ളതുകൊണ്ടാണ് സ്ത്രീകളുടെ കാര്യം വളരെ മോശമാട്ടോ. അവിടെ സ്ത്രീകളുടെ ഉന്നമനത്തിനായിട്ട് പ്രവർത്തിക്കുന്ന നഗരമെന്ന നിലയിൽ അവിടെ ഇവിടെയൊക്കെ ഒരുപാട് പബ്ലിക് ടോയ്ലറ്റ് വെക്കണം സ്ത്രീകൾക്കും കുട്ടികൾക്കും യൂസ് ചെയ്യാൻ. ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് നമുക്കിപ്പോൾ പോകണ്ട. വീണ്ടും എനിക്ക് തോന്നുന്നു ഒരു മാജിക്ക് നമുക്ക് പ്രതീക്ഷിക്കാം ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക്. ബീച്ചിൻ്റെ എൻ്റെ എന്ന് പറഞ്ഞാൽ അതൊക്കെ ഇവിടുന്ന് ഇതിനെക്കാട്ടും വലിയ ബീച്ച് അങ്ങോട്ടേക്കുള്ളത്. പക്ഷെ അവിടെയൊക്കെ പഴയ പോലെ തന്നെയാണ്, പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. അവിടെ ഓപ്പൺ സ്റ്റേജ് അല്ലേ. അപ്പോൾ ഇത് കണ്ടോ, ഇത് ആണ് ഇവിടെ ഒരു കോഴിക്കോട് ലോഗോ വെച്ചിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് നോക്കണം. വാ, ഇത് രണ്ടാമത്തെ ലോഗോന്ന് തോന്നുന്നു അല്ലേ? ഒന്ന് ഫോക്കസ് മാളിലല്ലേ കോഴിക്കോടിൻ്റെ ഒരു ലോഗോ. അപ്പോൾ ഇത് വെക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഫോട്ടോ എടുക്കുന്നത് നമ്മളവരെ ബുദ്ധിമുട്ടിക്കുന്നില്ല. ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ വെക്കുമ്പോഴേ ഐ ലവ് കോഴിക്കോട്, ഐ ലവ് ബാംഗ്ലൂർ, ഈ സാധനം അതായത് സിറ്റികളിൽ വെക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു ഫീലിംഗ് അല്ലേ, ഒരു ആംബിയൻസ് വരുന്നുണ്ട് അവിടെ, എക്സ്ട്രാ ആംബിയൻസ്. കോഴിക്കോടിൻ്റെ സൗന്ദര്യവൽക്കരണം അതിൽ കംപ്ലീറ്റ്ലി പറയാൻ പറ്റുന്നില്ല. അപ്പം ഇത്രയൊക്കെയാണ് കാണാനുള്ളത്. ഇപ്പം ഞങ്ങൾ നിൽക്കുന്നത് ഈ സ്റ്റേജിലാണ്, കോഴിക്കോടിൻ്റെ ഓപ്പൺ സ്റ്റേജിൻ്റെ ബീച്ചിൽ ഓപ്പൺ സ്റ്റേജ്. ആ ഓപ്പൺ സ്റ്റേജിൻ്റെ ഉള്ളിലൂടെയാണ് ഞങ്ങൾ നടക്കുന്നത്. അതിൻ്റെ ബാക്ക് സൈഡാണ് ആക്ച്വലി ഇപ്പോൾ ഞങ്ങൾ ഈ നിൽക്കുന്ന ഭാഗം. ഇത് ഫ്രണ്ട് സൈഡ് ഉണ്ട്, ഞങ്ങളത് കാണിക്കാം. അപ്പോൾ ഇത് എന്താ പറയുക, നിങ്ങളെ നേരിട്ട് തന്നെ കാണണം. ഓപ്പൺ സ്റ്റേജ് എനിക്ക് തോന്നുന്നു ഒരുവിധ ആളുകളൊക്കെ കണ്ടിട്ടുണ്ടാവും. ബാക്കിയുള്ളവർക്ക് ഈ എന്താ പറയുക നമ്മുടെ ആ ബീച്ചിൻ്റെ ആ ഭംഗിയും പിന്നെ ആ ചിത്രങ്ങളും അതൊക്കെ നിങ്ങൾ നേരിട്ട് കാണേണ്ട ഒരു കാഴ്ചയാണ്. നമ്മൾ സ്റ്റേജിൻ്റെ ഫ്രണ്ടിലേക്കൊക്കെ അപ്പോൾ നമുക്ക് നിർത്തല്ലേ? അപ്പോൾ നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് സൈൻ ഓഫ് ചെയ്യാം. ഇതൊക്കെയാണ് നമുക്ക് ഈ വീഡിയോയിൽ പറയാനുള്ളത്. അപ്പോൾ പറഞ്ഞു. അപ്പോൾ നമ്മൾ അടുത്ത ഒരു എപ്പിസോഡുമായിട്ട് വരുന്നതായിരിക്കും. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മൾ താഴത്തേക്ക് പോകുന്നതൊക്കെ മാറി കുറച്ച് മുകളിലേക്ക് പോകാൻ തുടങ്ങിയോ? ചെറുതായിട്ട് അല്ല, ഇത് നമ്മളെ കോഴിക്കോട്ടെ റേറ്റ് പിടിച്ചോളൂ. ഓക്കെ, എന്നാൽ പിന്നെ ശരി. നമ്മളെ എല്ലാവർക്കും കോഴിക്കോടിൻ്റെ സ്വന്തം വാണ്ടർ ഗീക്കിൻ്റെ മാർക്ക് സൈൻ ഓഫ്. ബൈ.